ഡിസ്ട്രിബ്യൂട്ടഡ് ഫയൽ സിസ്റ്റം പാർട്ട് 2. നമ്മൾ പാർട്ട് 1 2003 DFSന്റെ കോൺസെപ്റ്റ്സ് ഒക്കെ എന്താണ് എന്ന് നോക്കി. അതേപോലെ 2003 DFS എങ്ങനെയാണ് കോൺഫിഗർ ചെയ്യുക എന്നുള്ളത് നോക്കി. നമ്മൾ ഈ പ്രാക്ടിക്കലിൽ 2003 R2 DFSനെ കോൺഫിഗർ ചെയ്യാൻ പോകണം. 2003 R2 DFSൽ കുറേ ഇംപ്രൂവ്മെന്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ ഇംപ്രൂവ്മെന്റ്സ് ഒക്കെ എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ പ്രാക്ടിക്കൽ ചെയ്യാൻ 4 കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. സെർവർ 1 ഡൊമൈൻ കൺട്രോളറുടെ നെയിം bitnets.com എന്ന് തന്നിട്ടുണ്ട്. സെർവർ 2ഉം സെർവർ 3യും ഫയൽ സെർവറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ ആദ്യം DFSനെ സെർവർ 2ലാണ് കോൺഫിഗർ ചെയ്യാൻ പോണത്. XP കമ്പ്യൂട്ടർ ടെസ്റ്റിംഗ് പർപ്പസിന് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ സെർവർ 1 ലോഗിൻ ആയിട്ട് DFS കോൺഫിഗറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ സെർവർ 1 അഡ്മിനിസ്ട്രേറ്ററിൽ ലോഗിൻ ആയിട്ടുണ്ട്. DFS കോൺഫിഗർ ചെയ്യുന്നതിന് മുമ്പ് നമ്മളുടെ ലാബ് എങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ചെക്ക് ചെയ്യണം. സ്റ്റാർട്ട്, മൈ കമ്പ്യൂട്ടർ, റൈറ്റ് ക്ലിക്ക്, പ്രോപ്പർട്ടീസ്. നമ്മൾ 2003 R2 ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് സെർവർ 1 യൂസ് ചെയ്യുന്നത്. സെർവർ 2ലും സെർവർ 3ലും ഇതേ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് റൺ ആവുന്നത്. സ്റ്റാർട്ട്, അഡ്മിനിസ്ട്രേറ്റീവ് ടൂൾസ്, ആക്റ്റീവ് ഡയറക്ടറി, യൂസർ ആൻഡ് കമ്പ്യൂട്ടർ. ഈ കമ്പ്യൂട്ടറിൽ ആക്റ്റീവ് ഡയറക്ടറി ആദ്യമേ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ആക്റ്റീവ് ഡയറക്ടറിയുടെ നെയിം bitnets.com എന്ന് തന്നിട്ടുണ്ട്. നമ്മൾ കമ്പ്യൂട്ടർ ക്ലിക്ക് ചെയ്യുക. സെർവർ 2, സെർവർ 3, XP ഈ 3 കമ്പ്യൂട്ടറും ഡൊമൈനിൽ മെമ്പർ ആക്കിയിട്ടുണ്ട്. അടുത്ത യൂസർ ക്ലിക്ക് ചെയ്യുക. പ്രാക്ടിക്കൽ ചെയ്ത് നോക്കാൻ ഒരു 2-3 യൂസറിനെ നമ്മൾ ആദ്യമേ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അടുത്തത് നമ്മളുടെ ഡൊമൈൻ ഫംഗ്ഷൻ ലെവൽ എങ്ങനെയാണുള്ളത് എന്ന് ചെക്ക് ചെയ്യണം. ഡൊമൈൻ ഫംഗ്ഷൻ ലെവലിനെ ചെക്ക് ചെയ്യാൻ സ്റ്റാർട്ട്, അഡ്മിനിസ്ട്രേറ്റീവ് ടൂൾസ്, ആക്റ്റീവ് ഡയറക്ടറി, ഡൊമൈൻസ് ആൻഡ് ട്രസ്റ്റ്. ഇതിൽ ബിറ്റ്നെറ്റ്സ് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് റേസ് ഡൊമൈൻ ഫംഗ്ഷൻ ലെവൽ. ഇവിടെ നോക്കിയാൽ കറണ്ട് ഡൊമൈൻ ഫംഗ്ഷൻ ലെവൽ ഈസ് 2003. അതായത് നമ്മളുടെ ഡൊമൈൻ ഫംഗ്ഷൻ ലെവൽ 2003 അതേപോലെ ഫാറസ്റ്റ് ഫംഗ്ഷൻ ലെവലിനെ ചെക്ക് ചെയ്യണം. അതിന് ആക്റ്റീവ് ഡയറക്ടറി, ഡൊമൈൻസ് ആൻഡ് ട്രസ്റ്റിന് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് റേസ് ഫാറസ്റ്റ് ഫംഗ്ഷൻ ലെവൽ. കറണ്ട് ഫാറസ്റ്റ് ഫംഗ്ഷൻ ലെവൽ ഈസ് 2003. അപ്പോൾ ഡൊമൈൻ ഫംഗ്ഷൻ ലെവലും ഫാറസ്റ്റ് ഫംഗ്ഷൻ ലെവലും 2003 ഇപ്പോൾ റൺ ആവുന്നത്. സെർവർ 1, സെർവർ 2, സെർവർ 3 ഈ 3 കമ്പ്യൂട്ടറിലും 2003 R2 ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് റൺ ആവുന്നത്. നമ്മളുടെ ഡൊമൈൻ ഫംഗ്ഷൻ ലെവൽ 2003 അതേപോലെ ഫോറസ്റ്റ് ഫംഗ്ഷൻ ലെവലും 2003 അടുത്തത് നമ്മൾ സ്കീമോവിനെ അപ്ഡേറ്റ് ചെയ്യണം. അതായത് 2003 R2 ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലുള്ള എല്ലാ ഓപ്ഷനും നിങ്ങൾക്ക് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്കീമോവിനെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം. സ്കീമോവിനെ അപ്ഡേറ്റ് ചെയ്യാൻ സ്റ്റാർട്ട്, മൈ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്യണം. D ആണ് നമ്മളുടെ CD-ROM ഡ്രൈവ്. ഈ CD-ROMൽ നമ്മൾ 2003 R2ന്റെ CD2വിനെ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് 2003 R2 ഓപ്പറേറ്റിംഗ് സിസ്റ്റം 2 CD-യിലാണ് വരിക. ഈ രണ്ടാമത്തെ CD യൂസ് ചെയ്തിട്ട് നമുക്ക് സ്കീമോവിനെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ CD-നെ നമ്മൾ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ആ CD-നെ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക. CMP എന്നൊരു ഫോൾഡർ ഉണ്ട്, അതിനെ ഓപ്പൺ ചെയ്യുക. R2 adprep adprep.exe എന്നൊരു കമാൻഡ് ഉണ്ട്. അതായത് ഈ കമാൻഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സ്കീമോവിനെ അപ്ഡേറ്റ് ചെയ്യുക. ഈ കമാൻഡ് ഈ ലൊക്കേഷനിലാണ് ഉള്ളത്. നമ്മൾ സ്കീമോവിനെ അപ്ഡേറ്റ് ചെയ്യാൻ കമാൻഡ് പ്രോംപ്റ്റിനെ ഓപ്പൺ ചെയ്യണം. D ഡ്രൈവിലാണ് ആ ഫയൽ ഉള്ളത്. അതുകൊണ്ട് D:, ഈ ലൊക്കേഷനിലേക്ക് നമ്മൾ ചെല്ലണം. അതുകൊണ്ട് ഈ ലൊക്കേഷനെ കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തിട്ട് CD സ്പേസ് അതിനെ പേസ്റ്റ് ചെയ്യുക, എൻ്റർ പ്രസ് ചെയ്യുക. സ്കീമോവിനെ അപ്ഡേറ്റ് ചെയ്യാൻ adprep സ്പേസ് /forestprep എന്നുള്ള കമാൻഡിന് നമ്മൾ എൻ്റർ ചെയ്യണം. എൻ്റർ ചെയ്തതും ടൈപ്പ് C ആൻഡ് ദെൻ പ്രസ് എൻ്റർ ടു കണ്ടിന്യൂ എന്ന് പറയുന്നുണ്ട്. Cനെ പ്രസ് ചെയ്തിട്ട് എൻ്റർ പ്രസ് ചെയ്യണം. ഈ കമ്പ്യൂട്ടറിൽ ഫോറസ്റ്റ് വൈഡ് ഇൻഫർമേഷൻ ഹാസ് ആൾറെഡി ബീൻ അപ്ഡേറ്റഡ്. ഈ കമ്പ്യൂട്ടറിൽ സ്കീമോ ആദ്യമേ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പ്യൂട്ടറിൽ സ്കീമോ അപ്ഡേറ്റ് ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ സ്കീമോവിനെ അപ്ഡേറ്റ് ചെയ്യണം. നമ്മൾ സ്കീമോവിനെ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞു. DFSന്റെ റൂട്ട് നമ്മൾ സെർവർ 2ലാണ് കോൺഫിഗർ ചെയ്യാൻ പോണത്. അതുകൊണ്ട് നമ്മൾ സെർവർ 2ലേക്ക് ചെല്ലാം. നമ്മൾ DFS കോൺഫിഗർ ചെയ്യാൻ സെർവർ 2ൽ ലോഗിൻ ആവണം. സെർവർ 2ൽ ലോഗിൻ ആവുമ്പോൾ ലോക്കൽ ലോഗിൻ ആവാൻ പാടില്ല, ഡൊമൈനിലാണ് ലോഗിൻ ആവേണ്ടത്. അതുകൊണ്ട് ഡൊമൈനിൽ സെലക്ട് ചെയ്യണം. ഡൊമൈനെ സെലക്ട് ചെയ്തിട്ട് ഡൊമൈൻ അഡ്മിനിസ്ട്രേറ്ററുടെ പാസ്വേഡ് എൻ്റർ ചെയ്തിട്ട് ലോഗിൻ ആവണം. സ്റ്റാർട്ട്, അഡ്മിനിസ്ട്രേറ്റീവ് ടൂൾസ്,
ഡിസ്ട്രിബ്യൂട്ടഡ് ഫയൽ സിസ്റ്റം. ഇതിനെ ഓപ്പൺ ചെയ്യുക. DFSനെ നമ്മൾ 2003 മെത്തേഡിലും കോൺഫിഗർ ചെയ്യാൻ പറ്റും, 2003 R2 മെത്തേഡിലും കോൺഫിഗർ ചെയ്യാൻ പറ്റും. നമ്മൾ കഴിഞ്ഞ പ്രാക്ടിക്കലിൽ 2003 മെത്തേഡിലാണ് കോൺഫിഗർ ചെയ്തത്. 2003 മെത്തേഡിൽ കോൺഫിഗർ ചെയ്യുകയാണെങ്കിൽ ഈ സ്നാപ്പിനാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഈ പ്രാക്ടിക്കലിൽ നമ്മൾ 2003 R2 മെത്തേഡിലാണ് കോൺഫിഗർ ചെയ്യാൻ പോകുന്നത്. കാരണം R2 മെത്തേഡിൽ കുറച്ച് ഇമ്പ്രൂവ്മെന്റ്സ് ഒക്കെ ഉണ്ട് DFSൽ. നിങ്ങൾ 2003 R2 മെത്തേഡിൽ കോൺഫിഗർ ചെയ്യണമെങ്കിൽ DFS റോളിന് ആദ്യം കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യണം. ഈ DFS റോള് 2 മെത്തേഡിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഒരു മെത്തേഡ് സെർവർ മാനേജർ ചെന്നിട്ട് ആ വഴിയും നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കൺട്രോൾ പാനൽ വഴിയും നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. നമ്മൾ ആദ്യം സെർവർ മാനേജർ വഴി DFS റോൾ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുക എന്ന് നോക്കാൻ പോകണം. ഈ DFS റോൾ ഇൻസ്റ്റാൾ ചെയ്ത പിന്നെ മാത്രമേ നിങ്ങൾക്ക് R2 വഴി കോൺഫിഗർ ചെയ്യാൻ പുതിയ സ്നാപ്പിൻസ് ഒക്കെ ഈ കമ്പ്യൂട്ടറിൽ വരുള്ളൂ. നമ്മളിത് ക്ലോസ് ചെയ്തിട്ട് സ്റ്റാർട്ട് മാനേജ് യുവർ സെർവറിന് ക്ലിക്ക് ചെയ്യണം. ആഡ് ഓർ റിമൂവ് റോൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ കമ്പ്യൂട്ടർ എന്തൊക്കെ റോൾസ് ആണ് ഇൻസ്റ്റാൾ ആയിട്ടുള്ളത് എന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്ക് നെക്സ്റ്റ് സ്ക്രീൻ വരും. ഈ കമ്പ്യൂട്ടറിൽ നമ്മൾ യാതൊരു റോളും ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. നമ്മളിപ്പോൾ ഫയൽ സെർവർ റോളാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. കാരണം DFS റോള് ഫയൽ സെർവർ റോളിൻ്റെ അകത്താണുള്ളത്. ഇതിനെ സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. നമുക്ക് ആവശ്യമുള്ള റോൾ എന്ന് നോക്കുകയാണെങ്കിൽ DFS മാനേജ്മെന്റ് സ്നാപ്പിന് ആവശ്യമുണ്ട്. അത് ഡിഫോൾട്ടായിട്ട് ഇപ്പോൾ ലോഡ് ആവുന്നുണ്ട്. അടുത്തത് DFS റിപ്ലിക്കേഷൻ, ഇതും നമ്മൾ ലോഡ് ചെയ്യണം. ഈ സെർവർ മാനേജർ വഴി നിങ്ങൾ ലോഡ് ചെയ്യുകയാണെങ്കിൽ ഫയൽ സെർവർ റോള്, സ്റ്റോറേജ്, കോട്ട ഈ റോളും ഇൻസ്റ്റാൾ ആവും. പക്ഷെ നമുക്ക് ഇപ്പോൾ ഇത് ആവശ്യമില്ല. നിങ്ങൾക്ക് ഈ 2 റോൾ മാത്രം ഇൻസ്റ്റാൾ ചെയ്താൽ മതി എന്ന് കരുതുകയാണെങ്കിൽ നിങ്ങൾ കൺട്രോൾ പാനൽ വഴി തന്നെ ചെന്നിട്ട് ഇൻസ്റ്റാൾ ചെയ്യണം. നമ്മൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ഇതിൽ DFS റിപ്ലിക്കേഷൻ സർവീസ് ആവശ്യമുണ്ട്, അതുകൊണ്ട് അതിനെ ടിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഫയൽ സെർവർ റോൾ ഇൻസ്റ്റാൾ ആവുന്നുണ്ട്. ഈ ഫയൽ സെർവർ റോൾ ഇൻസ്റ്റാൾ ആവാൻ നമ്മൾ 2003 R2ൻ്റെ CD2ന് ഇൻസെർട്ട് ചെയ്യണം. വീഡിയോനെ പാസ് ചെയ്തിട്ട് ആ CD-നെ നമുക്ക് ഇൻസെർട്ട് ചെയ്യാം. നമ്മൾ CD-നെ ഇൻസെർട്ട് ചെയ്ത് കഴിഞ്ഞു. ഫയൽ സെർവർ റോൾ ഇൻസ്റ്റാൾ ആകുമ്പോൾ .NET ഫ്രെയിംവർക്കും നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ആവും. ഇത് ഇൻസ്റ്റാൾ ആയി കഴിയാൻ കുറച്ച് സമയമെടുക്കും. അതുകൊണ്ട് നമ്മൾ വീഡിയോനെ പാസ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞ പിന്നെ വീഡിയോനെ റീസ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ DFS റോള് ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞു. നമ്മൾ കമ്പ്യൂട്ടറിന് റീസ്റ്റാർട്ട് ചെയ്യണം. റീസ്റ്റാർട്ട് ചെയ്യാൻ എസ് ക്ലിക്ക് ചെയ്യണം. ഇപ്പോൾ കമ്പ്യൂട്ടർ റീസ്റ്റാർട്ട് ആവണം. DFS റോൾ ആഡ് ചെയ്ത പിന്നെ സെർവർ 2 റീസ്റ്റാർട്ട് ആയിട്ടുണ്ട്. നമുക്ക് ഡൊമൈൻ അഡ്മിനിസ്ട്രേറ്റർ പാസ്വേഡ് എൻ്റർ ചെയ്തിട്ട് ലാഗിൻ ആവാം. ലാഗിൻ ആയ പിന്നെ സ്റ്റാർട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ടൂൾസ്, DFS മാനേജ്മെന്റ് എന്നൊരു പുതിയ സ്നാപ്പ് വന്നിട്ടുണ്ടാവും. നമുക്ക് ഈ സ്നാപ്പിനെ ഓപ്പൺ ചെയ്യാം. ഈ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് ആക്ഷൻ പാൻ ഉണ്ടാവും. ഈ ആക്ഷൻ പാൻ നിങ്ങൾക്ക് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും. അതിന് വ്യൂവിൽ കസ്റ്റമൈസിനെ സെലക്ട് ചെയ്യുക. ഇതിൽ ആക്ഷൻ പാനിനെ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ ആക്ഷൻ പാൻ കാണാതാവും. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആക്ഷൻ പാനിനെ ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ ക്ലിക്ക് ചെയ്യുക. നമുക്ക് DFS നെയിം സ്പേസിന് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ നെയിം സ്പേസിന് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ഏത് സെർവറിലാണ് DFS നെയിം സ്പേസിന് കോൺഫിഗർ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്യണം. നമ്മൾ സെർവർ 2ലാണ് നെയിം സ്പേസിനെ കോൺഫിഗർ ചെയ്യാൻ പോകുന്നത്. അതിന് ബ്രൗസ്, അഡ്വാൻസ്ഡ്, ഫൈൻഡ് നൗ, സെർവർ 2നെ സെലക്ട് ചെയ്തിട്ട് ഓക്കെ ക്ലിക്ക് ചെയ്യാം. നമ്മൾ ഏത് സെർവറിലാണ് നെയിം സ്പേസിനെ കോൺഫിഗർ ചെയ്യുന്നുവോ ആ സെർവറിന് നെയിം സ്പേസ് സെർവർ എന്നാണ് പേര്. ഇപ്പം നമ്മളുടെ ലാബിൽ സെർവർ 2 ആണ്, നമുക്ക് നെയിം സ്പേസ് സെർവർ. നമുക്ക് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നെയിം സ്പേസ് റൂട്ടിന് എന്താണ് നെയിം തരാൻ പോണത് എന്ന് ചോദിക്കുന്നുണ്ട്. നമുക്ക് എന്ത് നെയിം വേണമെങ്കിൽ തരാൻ പറ്റും. നമ്മളിപ്പോൾ പബ്ലിക് എന്ന് തന്നെ തരാം. നമ്മൾ പബ്ലിക് എന്ന നെയിം തന്നിട്ടുണ്ട്. ഇവിടെ എഡിറ്റ് സെറ്റിംഗ് എന്നുണ്ട്. ഇതിനെ ക്ലിക്ക് ചെയ്താൽ ഈ പബ്ലിക് ഫോൾഡർ ഏത് ലൊക്കേഷനിലാണ് സേവ് ചെയ്യാൻ പോണത്, അതായത് സെർവർ 2ൽ C ഡ്രൈവിൽ DFS root/public എന്നുള്ള ലൊക്കേഷനിലാണ് സേവ് ചെയ്യാൻ പോണത് എന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബ്രൗസ് ചെയ്തിട്ട് വേറെ ലൊക്കേഷനെ സെലക്ട് ചെയ്യാൻ പറ്റും. ഈ ഡീഫോൾട്ട് ലൊക്കേഷനിൽ സേവ് ചെയ്യുന്നതാണ് നല്ലത്. ഇതിൻ്റെ താഴെ ഷെയറിംഗ് പെർമിഷൻ വല്ലതും നിങ്ങൾക്ക് ആൾട്ടർ ചെയ്യണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഈ ഷെയറിംഗ് പെർമിഷൻ യാതൊന്നും ഇപ്പോൾ ആൾട്ടർ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഓക്കെ സെലക്ട് ചെയ്യാം. ഓക്കെ സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക.
ഈ പേജിൽ ഡൊമൈൻ ബേസ്ഡ് നെയിം സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നുണ്ടോ, സ്റ്റാൻഡ് അലോൺ നെയിം സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഈ സ്റ്റാൻഡ് അലോൺ നെയിം സ്പേസ് എപ്പോഴാണ് ക്രിയേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ, നമ്മളുടെ കമ്പനിയിൽ ഡൊമൈൻ ഇല്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ വർക്ക് ഗ്രൂപ്പ് ലെവലിലാണ് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് സ്റ്റാൻഡ് അലോൺ നെയിം സ്പേസ് മാത്രമേ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് സ്റ്റാൻഡ് അലോൺ നെയിം സ്പേസിൽ 50,000 ഫോൾഡർ വരെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അതായത് ലിങ്ക് ചെയ്യാൻ പറ്റും. ഈ സ്റ്റാൻഡ് അലോൺ നെയിം സ്പേസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്താൽ ഏത് കമ്പ്യൂട്ടറിലാണോ അത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തുവോ ആ കമ്പ്യൂട്ടറിൽ ഈ സെറ്റിങ്സ് എല്ലാം രജിസ്ട്രിയിലാണ് സ്റ്റോർ ആവുക. യൂസർ സ്റ്റാൻഡ് അലോൺ നെയിം സ്പേസിന് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ //server2/public, അതായത് കമ്പ്യൂട്ടറുടെ പേര് പബ്ലിക് എന്ന് ആക്സസ് ചെയ്യണം. ഡൊമൈൻ ബേസ്ഡ് നെയിം സ്പേസിൽ നിങ്ങൾക്ക് മാക്സിമം 5,000 ഫോൾഡേഴ്സ് വരെ മാത്രമേ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഡൊമൈൻ ബേസ്ഡ് നെയിം സ്പേസിന്റെ കോൺഫിഗറേഷൻ സെറ്റിംഗ്സ് എല്ലാം നിങ്ങൾക്ക് ആക്റ്റീവ് ഡയറക്ടറിന്റെ അകത്ത് സ്റ്റോർ ചെയ്യും. നമ്മുടെ കമ്പനിയിൽ ഇപ്പോൾ ആക്റ്റീവ് ഡയറക്ടറി സെർവർ 1 റൺ ആവുന്നത്. ഇവിടെ നമ്മൾക്ക് സെറ്റിംഗ്സ് എല്ലാം സെർവർ 1 ആക്റ്റീവ് ഡയറക്ടറിന്റെ അകത്താണ് സ്റ്റോർ ആവുക. ഡൊമൈൻ ബേസ്ഡ് നെയിം സ്പേസിനെ ആക്സസ് ചെയ്യണമെങ്കിൽ യൂസർ //bitnets.com/public, അതായത് ഡൊമൈൻ്റെ നെയിം /public എന്ന് ടൈപ്പ് ചെയ്തിട്ട് വേണം ആക്സസ് ചെയ്യാൻ. നിങ്ങൾക്ക് 5,000 ഫോൾഡറിനേക്കാളും ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റാൻഡ് അലോൺ നെയിം സ്പേസ് തന്നെ സെലക്ട് ചെയ്യണം. നിങ്ങൾ ഡൊമൈൻ ബേസ്ഡ് നെയിം സ്പേസ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കമ്പനിയിൽ ഡൊമൈൻ റൺ ആവണം. നമ്മളുടെ ഇപ്പോൾ ലാബിൽ ഡൊമൈൻ റൺ ആവുന്നുണ്ട്. നിങ്ങൾക്ക് ഡൊമൈൻ ബേസ്ഡ് നെയിം സ്പേസ് ഡൊമൈൻ കൺട്രോളറിൽ, അതായത് സെർവർ 1 ലോഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ മെമ്പർ സെർവറിൽ മാത്രമേ ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ സെർവർ 2 ലോഡ് ചെയ്യണത്. സെർവർ 2 ആദ്യമേ ഡൊമൈനിൽ മെമ്പർ ആയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഡൊമൈൻ ബേസ്ഡ് നെയിം സ്പേസിനെ സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റിനെ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. ക്രിയേറ്റ്, ക്ലോസ്. ഈ നെയിം സ്പേസിനെ എക്സ്പാൻഡ് ചെയ്യുക. ഇവിടെ //bitnets/public എന്ന് ഫോൾഡർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. 2003 ഇതിനെ DFS റൂട്ട് എന്ന് പറയും. ഇതിനെ 2003 R2 ഇതിനെ നെയിം സ്പേസ് റൂട്ട് എന്ന് പറയും. ഇവിടെ bitnets.com പബ്ലിക്കിനെ ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റ് സൈഡിൽ നോക്കിയാൽ നമുക്കിവിടെ 3 ടാബ് ഉണ്ട്. ഇതിൽ നെയിം സ്പേസ് സെർവർ ടാബിനെ ക്ലിക്ക് ചെയ്യുക. നമുക്ക് സെർവർ 2 ആണ് നെയിം സ്പേസ് സെർവർ ആയിട്ട് വർക്ക് ചെയ്യണത്. ഈ സെർവർ 2 ഡിഫോൾട്ട് ഫസ്റ്റ് സൈറ്റിലുള്ളത്. കാരണം നമ്മൾ ഈ പ്രാക്ടിക്കലിൽ സൈറ്റ്സ് ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഡിഫോൾട്ട് ഫസ്റ്റ് സൈറ്റിലാണ് ഈ സെർവർ 2 ഉള്ളത്. അടുത്ത ടാബ് ഡെലിഗേഷൻ. ഈ പബ്ലിക് ഫോൾഡറിനകത്ത് ഫോൾഡറിനെ ആഡ് ചെയ്യാനും റിമൂവ് ചെയ്യാനും, അതായത് അതിനെ മെയിൻറ്റെയിൻ ചെയ്യാനും ആർക്കൊക്കെയാണ് പവർ ഉള്ളത് എന്നുള്ളതാണ് ഈ ഡെലിഗേഷനിൽ കാണിക്കുന്നത്. അതായത് ഡൊമൈൻ അഡ്മിനിസ്ട്രേറ്റർക്ക് ചെയ്യാൻ പറ്റും, അതേപോലെ എന്റർപ്രൈസ് അഡ്മിനിസ്ട്രേറ്റർക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഈ ഫോൾഡറിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ, അതായത് ലിങ്ക് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനും ലിങ്ക് റിമൂവ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും വേറെ ആർക്കെങ്കിലും പവർ തരാണെങ്കിൽ നമുക്കിവിടെ പവർ അതിന് തരാൻ പറ്റും. അങ്ങനെ പവർ തരാണെങ്കിൽ ഇതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഡെലിഗേറ്റ് മാനേജ്മെന്റ് പെർമിഷൻ എന്നുണ്ട്, അതിനെ ക്ലിക്ക് ചെയ്യുക. ഇതിൽ അഡ്വാൻസ്ഡ് ഫൈൻ നൗ നമുക്ക് ഒരു യൂസറിനെ സെലക്ട് ചെയ്യുക. ഇവിടെ ഗോപി എന്ന ഒരു യൂസർ ഉണ്ട്. ആ ഗോപി യൂസറിനെ സെലക്ട് ചെയ്തിട്ട് ഓക്കെ ക്ലിക്ക് ചെയ്യണം. ഓക്കെ. ഇപ്പോൾ ഗോപിക്കും ഈ പബ്ലിക് ഫോൾഡറിനകത്ത് ലിങ്ക് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ലിങ്ക് ഒക്കെ ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഈ റൈറ്റ് സൈഡിൽ നോക്കിയാൽ ഹൗ പെർമിഷൻ ഇസ് ഗ്രാൻഡഡ് എന്നുണ്ട്. ഇതിൽ ഇൻഹെറിറ്റഡ്, എക്സ്പ്ലിസിറ്റ് എന്നുണ്ട്. ഈ എക്സ്പ്ലിസിറ്റ് എന്ന് പറയുന്നത് നമ്മൾ തന്ന പവറാണ്. നമുക്ക് ഈ ഗോപിക്ക് പവർ തരണ്ട എന്ന് കരുതുകയാണെങ്കിൽ, ഗോപിക്ക് തന്ന പവറിനെ റിമൂവ് ചെയ്യണം എന്ന് കരുതുകയാണെങ്കിൽ ഇതിന് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് റിമൂവ് കൊടുക്കാൻ പറ്റും. റിമൂവ് കൊടുത്തു കഴിഞ്ഞാൽ ഗോപിയുടെ നെയിം ഇവിടെ റിമൂവ് ആവും. ഇനി ഗോപിക്ക് ഇതിൻ്റെ അകത്ത് ഫോൾഡേഴ്സ് ക്രിയേറ്റ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും പറ്റില്ല. ഈ ഇൻഹെറിറ്റഡ് എന്നുള്ളതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് റിമൂവ് ചെയ്താൽ അത് റിമൂവ് ആവില്ല. കാരണം ഈ ഇൻഹെറിറ്റഡ് പെർമിഷൻ ആക്റ്റീവ് ഡയറക്ടറി എന്ന് വരുന്ന പെർമിഷനാണ്. അതിന് നിങ്ങൾക്ക് ഇവിടെ ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഈ നെയിം സ്പേസ് റൂട്ടിൽ നമുക്ക് ഫോൾഡേഴ്സിന് ആഡ് ചെയ്യുക. അങ്ങനെ ആഡ് ചെയ്യാൻ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ ഫോൾഡറിന് സോഫ്റ്റ്വെയർ എന്ന് നെയിം തന്നിട്ടുണ്ട്. ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഈ പ്ലസിനെ ക്ലിക്ക് ചെയ്താൽ ഇവിടെ സോഫ്റ്റ്വെയർ എന്ന് ഫോൾഡർ വന്നിട്ടുണ്ടാവും. ഈ ഫോൾഡർ യഥാർത്ഥത്തിൽ ഷെയർഡ് ഫോൾഡർ അല്ല. ഈ ഫോൾഡർ എന്തിനാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത് എന്ന് നോക്കുകയാണെങ്കിൽ, നമ്മൾ സെർവർ 2 XP സോഫ്റ്റ്വെയർ എന്നൊരു ഫോൾഡർ ഉണ്ടാവും. ഫോൾഡർ ക്രിയേറ്റ് ചെയ്യും. ആ ഫോൾഡറിനെ ഇതിൻ്റെ അകത്ത് ലിങ്ക് ചെയ്യാൻ പോകണം. അതേപോലെ സെർവർ 1
വിൻഡോസ് 7 സോഫ്റ്റ്വെയർ എന്നൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാൻ പോകണം. അതിനും ഇവിടെ ലിങ്ക് ചെയ്യാം. അപ്പോൾ ഈ ഫോൾഡർ ഒരു ഓർഗനൈസിങ് പർപ്പസിന് വേണ്ടിയാണ് ക്രിയേറ്റ് ചെയ്തത്. ഒരു എക്സാമ്പിളിന് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഹാർഡ് ഡിസ്കിൽ ന്യൂ സോങ്സ് ഒരു ഫോൾഡർ ഉണ്ട്, ഓൾഡ് സോങ്സ് എന്നൊരു ഫോൾഡർ ഉണ്ട്, ഹിറ്റ് സോങ്സ് എന്നൊരു ഫോൾഡർ ഉണ്ട്. ഇതിൻ്റെ അകത്ത് പാട്ടുകളൊക്കെ നിങ്ങൾ സോങ്സ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനെ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സോങ്സ് എന്നൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യും. ആ ഫോൾഡറിൻ്റെ അകത്ത് ഈ ഫോൾഡറിനൊക്കെ ആഡ് ചെയ്യും. അതായത് ഈ ഫോൾഡർ ക്രിയേറ്റ് ചെയ്തത് ഈ ഫോൾഡറിനൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, സോങ്സിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടല്ല. അതേപോലെ നമ്മളുടെ ഷെയർസിനൊക്കെ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സോഫ്റ്റ്വെയർ എന്നുള്ള ഫോൾഡർ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ സോഫ്റ്റ്വെയർ ഫോൾഡറിൽ നമുക്ക് ലിങ്ക്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാം. അതിന് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ ഫോൾഡർ, ആഡ്, ബ്രൗസ്. നമ്മൾ ഏത് കമ്പ്യൂട്ടറിൽ നിന്നാണ് ഫോൾഡേഴ്സിനെ ഇവിടെ ലിങ്ക് ചെയ്യാൻ പോണത് എന്നുള്ളത് ഇവിടെ ബ്രൗസ് ചെയ്യണം. നമ്മൾ ബ്രൗസ് ചെയ്തിട്ട് സെർവർ 1 ഓക്കെ, ഇവിടെ ഓക്കെ സെലക്ട് ചെയ്യുക. സെർവർ 1 ആദ്യമേ ഒരു ഷെയർഡ് ഫോൾഡർ ഉണ്ട്. ഈ ഷെയർഡ് ഫോൾഡറിനെ ക്ലിക്ക് ചെയ്താൽ ആ ഷെയർഡ് ഫോൾഡർ കാണിക്കുന്നുണ്ട്. വിൻഡോസ് 7 സോഫ്റ്റ്വെയർ ഫോൾഡറിന് ലിങ്ക് ചെയ്യണം. ഇതിനോട് നമുക്ക് ഓക്കെ ക്ലിക്ക് ചെയ്യാം. ഒരു പക്ഷേ സെർവർ 1 ഷെയർഡ് ഫോൾഡേഴ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ന്യൂ ഷെയർഡ് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ തന്നെ ഉണ്ട്. നമുക്ക് ഓക്കെ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, എന്ത് നെയിമാണ് തരുന്നത് എന്നുള്ളത് നമ്മളിവിടെ എൻ്റർ ചെയ്യണം. ഇതിന് നമ്മൾ സെയിം നെയിം തന്നെ തരാം. വിൻഡോസ് 7 സോഫ്റ്റ്വെയർ തന്നിട്ടുണ്ട്. ഈ സോഫ്റ്റ്വെയറിനെ ക്ലിക്ക് ചെയ്താൽ ആ ഫോൾഡർ ക്രിയേറ്റ് ആയി കഴിഞ്ഞു. നമുക്ക് ഇനി ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. ന്യൂ ഫോൾഡർ, ആഡ്, ബ്രൗസ്. ഇപ്പോൾ നമ്മൾ സെർവർ 2 സെലക്ട് ചെയ്തിട്ടുള്ളത്. ഷെയർഡ് ഫോൾഡർ നോക്കിയാൽ പബ്ലിക് എന്ന് ഒരു ഫോൾഡർ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് തന്നെ ഷെയർഡ് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിന് ന്യൂ ഷെയർഡ് ഫോൾഡർ ക്ലിക്ക് ചെയ്യുക. ബ്രൗസ്, സെർവർ 2 സി ഡ്രൈവ്, ന്യൂ ഫോൾഡർ, XP എന്ന് തരുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഷെയർ നെയിം, ഈ ഷെയർ നെയിമിൽ നമ്മൾ XP സോഫ്റ്റ് എന്ന് തന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ രണ്ട് വിധത്തിൽ നെയിം തന്നിട്ടുണ്ട്. സിയിൽ XP തന്നിട്ടുണ്ട്, ഷെയർ നെയിം XP സോഫ്റ്റ് എന്ന് തന്നിട്ടുണ്ട്. ഇവിടെ ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ XP സോഫ്റ്റ്വെയർ എന്ന് തന്നിട്ടുണ്ട്. ഇപ്പോൾ ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ 3 വിധത്തിലാണ് നെയിം തന്നിട്ടുള്ളത്. എങ്ങനെയാണെന്ന് നോക്കുകയാണെങ്കിൽ മൈ കമ്പ്യൂട്ടറിൽ സി ഡ്രൈവിൽ XP എന്ന് നെയിം തന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് നമ്മൾ ഒരു സാമ്പിൾ ഫോൾഡർ ഇടാം. ഈ XP ഫോൾഡറിൽ ഷെയറിങ്ങിൽ ചെന്ന് നോക്കിയാൽ ഷെയറിംഗ് നെയിം XP സോഫ്റ്റ് എന്ന് തന്നിട്ടുണ്ട്. അതായത് യൂസർ റണ്ണിൽ ചെന്നിട്ട് //server2 എന്ന് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് XP സോഫ്റ്റ് എന്നാണ് കാണിക്കുക. അതായത് നെറ്റ്വർക്ക് വഴി ആക്സസ് ചെയ്യുമ്പോൾ ഈ ഫോൾഡറിന് XP എന്ന് കാണിക്കില്ല, XP സോഫ്റ്റ് എന്ന് കാണിക്കും. അതായത് ഷെയർ നെയിമാണത്. ഇത് തന്നെ യൂസർ bitnets.com പബ്ലിക് എന്ന് സെലക്ട് ചെയ്തിട്ട് ഓക്കെ ക്ലിക്ക് ചെയ്താൽ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്താൽ XP സോഫ്റ്റ്വെയർ എന്ന് കാണിക്കുന്നുണ്ട്. അതായത് DFSൽ നമ്മൾ XP സോഫ്റ്റ്വെയർ തന്നിട്ടുണ്ട്, ഷെയറിങ്ങിൽ XP സോഫ്റ്റ് എന്ന് തന്നിട്ടുണ്ട്, സി ഡ്രൈവിൽ XP തന്നിട്ടുണ്ട്. അപ്പോൾ ഒരേ ഫോൾഡറിന് വെവ്വേറെ സ്ഥലത്ത് നിങ്ങൾക്ക് വേറെ വേറെ നെയിം തരാൻ പറ്റും എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തന്നത്. നമുക്ക് ക്ലോസ് ചെയ്യാമല്ല. ഈ സോഫ്റ്റ്വെയർ ഫോൾഡറിനും മറ്റേ ഈ 2 ഫോൾഡറും നോക്കുകയാണെങ്കിൽ ഒരു ഡിഫറൻസ് കാണാൻ പറ്റും. അതായത് ഈ Win7 XP ഫോൾഡറിലൊക്കെ ഒരു ആരോ കാണിക്കുന്നുണ്ട്. ഈ XP ഫോൾഡർ സെർവർ 2 XP സോഫ്റ്റിനെ പോയിന്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയാം. അതായത് ഈ ഫോൾഡർ ഓപ്പൺ ചെയ്താൽ യഥാർത്ഥത്തിൽ ഓപ്പൺ ആവാൻ പോകുന്നത് സെർവർ 2 XP സോഫ്റ്റ് എന്നുള്ള ഫോൾഡറാണ് ഓപ്പൺ ആവുക. ഈ ഫോൾഡറിനെ യൂസർ ഓപ്പൺ ചെയ്താൽ സെർവർ 1 നിന്ന് വിൻഡോസ് 7 ഫോൾഡറാണ് ഓപ്പൺ ആവുക. അപ്പോൾ ഈ 2 ഫോൾഡറിനും ഒരു ടാർഗറ്റ് ഉണ്ട്. അതായത് ഈ ടാർഗറ്റിനാണ് അത് പോയിന്റ് ചെയ്യണത്. ഇതിന് DFSൽ നമ്മൾ ഫോൾഡർ ടാർഗറ്റ് എന്ന് പറയും. അതായത് ഈ ആരോ ഉള്ള ഫോൾഡറിനൊക്കെ ഫോൾഡർ ടാർഗറ്റ് എന്ന് പറയും. പക്ഷേ ഈ സോഫ്റ്റ്വെയർ ഫോൾഡറിൽ അങ്ങനെ ആരോ ഇല്ല. ഇത് ഏത് കമ്പ്യൂട്ടറിലുള്ള ഷെയർഡ് ഫോൾഡറിനും പോയിന്റ് ചെയ്തില്ല.
അതുകൊണ്ട് ഇതിനെ DFS ഫോൾഡർ എന്ന് പറയും. നിങ്ങൾക്ക് 2000 സെർവറിലൊക്കെ ഒരു നെയിം സ്പേസ് റൂട്ട് മാത്രമേ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ 2003 സെർവറിലും R2വിലും നിങ്ങൾക്ക് എത്ര നെയിം സ്പേസ് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒരു എക്സാമ്പിളിന് ന്യൂ നെയിം സ്പേസ് നമ്മൾ ഏത് സെർവറിലാണ് ഇത് സെറ്റ് ചെയ്യാൻ പോകണം എന്നുള്ളത് സെലക്ട് ചെയ്യണം. നമുക്ക് സെർവർ 2 ആയി സെലക്ട് ചെയ്യാം. നെക്സ്റ്റ് സെയിൽസ് എന്ന നെയിം തരുന്നുണ്ട്. നെക്സ്റ്റ് ഡൊമൈൻ ബേസ്ഡ്. നെക്സ്റ്റ് ക്രിയേറ്റ്, ക്ലോസ്. നമ്മൾ കമ്പനിയിൽ പബ്ലിക് എന്ന് നെയിം തന്നിട്ടുണ്ട്. അതായത് ഓൾ യൂസേഴ്സിന് എന്തൊക്കെ ഷെയർഡ് ഫോൾഡർ ആവശ്യമോ ആ ഷെയർഡ് ഫോൾഡറൊക്കെ പബ്ലിക്കിൽ ലിങ്ക് ചെയ്യും. അതേപോലെ ഇവിടെ സെയിൽസ് എന്ന് തന്നിട്ടുണ്ട്. സെയിൽസിൻ്റെ ഷെയർഡ് ഫോൾഡർ കുറേ കമ്പ്യൂട്ടറിലുണ്ടാവും. ആ ഷെയർഡ് ഫോൾഡറൊക്കെ നമ്മൾ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിന് ആവശ്യമുള്ള ഷെയർഡ് ഫോൾഡറൊക്കെ നമ്മൾ ഈ സെയിൽസിൻ്റെ അകത്ത് ലിങ്ക് ചെയ്യും. അതേപോലെ നിങ്ങൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും, അതായത് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിന് ഒരു ഫോൾഡർ, മാനുഫാക്ചറിങ് ഡിപ്പാർട്ട്മെൻറ്റിന്, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിന് എന്ന് ആവശ്യത്തിന് നെയിം സ്പേസ് റൂട്ട് ക്രിയേറ്റ് ചെയ്യുക. അതാത് ഡിപ്പാർട്ട്മെൻറ്റിന് ഷെയർഡ് ഫോൾഡർ എന്തൊക്കെ സെർവറിൽ ഉണ്ടെങ്കിലും അതിനൊക്കെ നമ്മൾ ഇവിടെ ലിങ്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പണി എളുപ്പമാവും. ഇത് എല്ലാ പണിയും ചെയ്ത പിന്നെ നിങ്ങൾ DFSനെ ബാക്കപ്പ് ചെയ്യണം. കാരണം നമ്മൾ കൂടുതൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കപ്പ് ചെയ്ത് വെക്കുന്നതാണ് നല്ലത്. നിങ്ങൾ ഡൊമൈൻ ബേസ്ഡ് DFS ആണ് കോൺഫിഗർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സെറ്റിങ്സ് ആക്റ്റീവ് ഡയറക്ടറിൽ ഉണ്ടാവും. അതുകൊണ്ട് തനിച്ച് DFSനെ ബാക്കപ്പ് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം നോർമലായിട്ട് നമ്മൾ ഡൊമൈനെ ബാക്കപ്പ് ചെയ്യും. അങ്ങനെ ഡൊമൈനെ ബാക്കപ്പ് ചെയ്യുമ്പോൾ DFS ഓട്ടോമാറ്റിക്കായിട്ട് ബാക്കപ്പ് ആവും. പക്ഷേ നിങ്ങൾ സ്റ്റാൻഡ് അലോൺ DFS ആണ് കോൺഫിഗർ ചെയ്തിട്ടുള്ളതെങ്കിൽ അത് രജിസ്ട്രിയിലാണ് സ്റ്റോർ ആവുക. ഒരു എക്സാമ്പിൾ, നമ്മൾ സെർവർ 3യിലാണ് സ്റ്റാൻഡ് അലോൺ കോൺഫിഗർ ചെയ്യുകയാണെങ്കിൽ ആ സെർവർ 3യിൽ ചെന്നിട്ട് DFS CMD എന്നൊരു കമാൻഡ് ഉണ്ട്. ആ കമാൻഡ് യൂസ് ചെയ്തിട്ട് മാനുവലായിട്ട് തന്നെ ബാക്കപ്പ് ചെയ്യണം. ഇതുവരെ പ്രാക്ടിക്കലിൽ നമ്മൾ സെർവർ 2ൽ നെയിം സ്പേസ് റൂട്ട് bitnets.com/public എന്ന് കോൺഫിഗർ ചെയ്തിട്ടുണ്ട്. സെർവർ 2വിലുള്ള ഷെയർഡ് ഫോൾഡർ XP സോഫ്റ്റ്വെയറിനെ പബ്ലിക്കിൽ ലിങ്ക് ചെയ്തിട്ടുണ്ട്. സെർവർ 1ൽ റൺ ആവുന്ന Windows 7 സോഫ്റ്റ്വെയർ ഷെയർഡ് ഫോൾഡറിനെ പബ്ലിക്കിൽ ലിങ്ക് ചെയ്തിട്ടുണ്ട്. ഒരു യൂസർ ക്ലയൻറ്റ് കമ്പ്യൂട്ടറിൽ നിന്ന് bitnet/public എന്ന് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ആദ്യം ക്ലയൻറ്റ് കമ്പ്യൂട്ടർ ഡൊമൈനെ കോൺടാക്ട് ചെയ്യും. കാരണം ഇവിടെ ഡൊമൈൻ്റെ നെയിമാണ് നമ്മൾ എൻ്റർ ചെയ്തിട്ടുള്ളത്. സെർവർ 2വിലാണ് DFS റൺ ആവണോ എന്നുള്ള കാര്യം XP ക്ലയൻറ്റിന് അറിയില്ല. കാരണം ഇവിടെ സെർവർ 2 എന്നുള്ള ഇൻഫർമേഷൻ ഒന്നും തന്നെ ഇല്ല. നമ്മൾ ആദ്യമേ നോക്കി DFSൻ്റെ കോൺഫിഗറേഷനൊക്കെ ഡൊമൈൻ കൺട്രോളറിലാണ് ലോഡ് ചെയ്യുക. അപ്പോൾ ഡൊമൈൻ കൺട്രോളറിന് DFS ഏത് കമ്പ്യൂട്ടറിലാണ് റൺ ആവണോ എന്നുള്ള ഇൻഫർമേഷൻ അറിയാം. ഡൊമൈൻ കൺട്രോളർ ക്ലയൻറ്റ് കമ്പ്യൂട്ടറിന് സെർവർ 2വിലാണ് DFS റൺ ആവുന്നത്, അതുകൊണ്ട് സെർവർ 2വിനെ കോൺടാക്ട് ചെയ്യണം എന്ന് ഇൻഫർമേഷൻ അയക്കും. ഇപ്പോഴാണ് XP ക്ലയൻറ്റിന് സെർവർ 2വിലാണ് DFS ഓടണോ എന്നുള്ള ഇൻഫർമേഷൻ അറിയുള്ളൂ. XP സെർവർ 2വിനെ കോൺടാക്ട് ചെയ്തിട്ട് DFS പബ്ലിക്കിനെ ഓപ്പൺ ചെയ്യും. അതിൻ്റെ അകത്തുള്ള ഷെയർഡ് ഫോൾഡേഴ്സിനൊക്കെ യൂസർക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് നോർമലായിട്ട് DFS വർക്ക് ചെയ്യുന്നത്. നമ്മുടെ കമ്പനിയിൽ ഒരു 1000 കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ ഈ 1000 കമ്പ്യൂട്ടറും സെർവർ 2വിൽ നിന്നാണ് ഈ DFS റൂട്ടിനെ ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ സെർവർ 2 നിങ്ങൾക്ക് ഓവർലോഡ് ആവും. ഈ ഓവർലോഡിനെ അവോയ്ഡ് ചെയ്യണത് എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ നോക്കണം. അടുത്തത്, ഈ 1000 കമ്പ്യൂട്ടറും ഈ സെർവർ 2 എന്നാണ് പബ്ലിക്കിനെ ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ കമ്പനിയിലുള്ള പബ്ലിക് ഷെയറിനെ എല്ലാം ഈ സെർവർ 2 ആണ് എൻട്രി പോയിന്റ്. ഏതെങ്കിലും കാരണവശാൽ സെർവർ 2 ഫെയിലിയർ ആയി കഴിഞ്ഞാൽ യൂസർക്ക് പബ്ലിക് ഷെയർഡ് ഫോൾഡറിന് ആക്സസ് ചെയ്യാൻ പറ്റാതാവും. അപ്പോൾ സെർവർ 2 ഫെയിലിയർ ആയാലും യൂസർക്ക് പബ്ലിക് ഫോൾഡറിനെ ആക്സസ് ചെയ്യാനുള്ള ഏർപ്പാട് ചെയ്യണം. ഇതിന് നമ്മൾ ഫാൾട്ട് ടോളറൻറ്റ് എന്ന് പറയും. ഈ രണ്ട് പ്രശ്നവും നമ്മളിപ്പോൾ സോൾവ് ചെയ്യണം. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ നെയിം സ്പേസ് റൂട്ടിനെ ഇനിയും ഒരു കമ്പ്യൂട്ടറിൽ റൺ ചെയ്യിപ്പിക്കണം. നമ്മൾ സെർവർ 2വിൽ റൺ ചെയ്യുന്ന bitnets.com/public എന്നുള്ള റൂട്ടിനെ ഇനി ഒരു കമ്പ്യൂട്ടറിലും കൂടി റൺ ചെയ്യാൻ പോകണം. അതായത് സെർവർ 1ലും കൂടി റൺ ചെയ്യാൻ പോകണം. ഇപ്പോൾ നമ്മുടെ കമ്പനിയിൽ 2 നെയിം സ്പേസ് സെർവർ റൺ ആവുന്നുണ്ട്. ഇപ്പോൾ ക്ലയൻറ്റ് എങ്ങനെയാണ് ആക്സസ് ചെയ്യുക എന്ന് നോക്കുകയാണെങ്കിൽ, ആദ്യം ഒരു ക്ലയൻറ്റ് പബ്ലിക് എവിടെയാണ് എന്ന് ഡൊമൈനോട് ചോദിച്ചാൽ ഡൊമൈൻ സെർവർ 2വിലാണ് റൺ ആവുന്നത് എന്നുള്ള ഇൻഫർമേഷൻ തരും. ഈ കമ്പ്യൂട്ടർ സെർവർ 2വിനെ കോൺടാക്ട് ചെയ്യും. ഇനി ഒരു കമ്പ്യൂട്ടർ
പബ്ലിക് ഫോൾഡർ എവിടെയാണ് ഉള്ളത് എന്ന് ഡൊമൈനോട് ചോദിച്ചാൽ അത് സെർവർ 1-ലാണ് ഉള്ളത് എന്ന ഇൻഫർമേഷൻ വരും. അപ്പോൾ ഈ കമ്പ്യൂട്ടർ സെർവർ 1-ൽ കോൺടാക്ട് ചെയ്യും. ഇപ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ഒരു 500 കമ്പ്യൂട്ടർ സെർവർ 2-ൽ നിന്ന് DFSന് ആക്സസ് ചെയ്യും. ഒരു 500 കമ്പ്യൂട്ടർ സെർവർ 1-ൽ നിന്ന് DFSന് ആക്സസ് ചെയ്യും. അപ്പോൾ ഈ കമ്പ്യൂട്ടർ നിങ്ങൾക്ക് പകുതിയെ ലോഡ് ആവുള്ളൂ. ഈ കമ്പ്യൂട്ടർ പകുതി ലോഡിനെ ഷെയർ ചെയ്തോളും. അപ്പോൾ ഓവർലോഡിങ് പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് അടുത്ത ലാഭം എന്താണെന്ന് വെച്ചാൽ ഈ കമ്പ്യൂട്ടർ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഫെയിലിയർ ആയാൽ ഈ 1000 ക്ലയൻറ്റും പബ്ലിക് ഫോൾഡർ എവിടെ നിന്ന് ചോദിച്ചാൽ സെർവർ 1-ലാണ് റൺ ആവണോ എന്ന ഇൻഫർമേഷൻ വരും. ഈ 1000 കമ്പ്യൂട്ടറും സെർവർ 1-നെ കോൺടാക്ട് ചെയ്തിട്ട് പബ്ലിക്കിനെ ഓപ്പൺ ചെയ്യും. അപ്പോൾ ഈ കമ്പ്യൂട്ടർ ഫെയിലിയർ ആയാലും യൂസർക്ക് പബ്ലിക് ഷെയറിന് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഫാൾട്ട് ടോളറൻറ്റും കറക്റ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ സെർവർ 2-ൽ DFS മാനേജ്മെൻറ്റ് ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ നെക്സ്റ്റ് പ്രാക്ടിക്കലിൽ ഈ XP സോഫ്റ്റ്വെയർ ഫോൾഡറിനും ഈ കമ്പ്യൂട്ടറിലേക്ക് കോപ്പി ചെയ്ത് കൊടുക്കും. അതേപോലെ വിൻഡോസ് 7 ഫോൾഡറിനും ഈ കമ്പ്യൂട്ടറിലേക്ക് കോപ്പി ചെയ്ത് കൊടുക്കും. കാരണം സെർവർ 2 ഫെയിലിയർ ആയാൽ XP സോഫ്റ്റ്വെയർ ഈ കമ്പ്യൂട്ടറിലാണ് റൺ ആവുന്നത്. അപ്പോൾ യൂസർക്ക് ആ ഫോൾഡർ എടുക്കാൻ പറ്റാതാവും. ഈ കമ്പ്യൂട്ടറിൽ നമ്മളത് കോപ്പി ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ കമ്പ്യൂട്ടർ ഫെയിലിയർ ആയാലും സെർവർ 2 ഫെയിലിയർ ആയാലും അവർക്ക് XP സോഫ്റ്റ്വെയർ ഫോൾഡറിന് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നെക്സ്റ്റ് പ്രാക്ടിക്കലിൽ നമ്മൾ റിപ്ലിക്കേഷനൊക്കെ ചെയ്യാൻ പോകുന്നുണ്ട്. അങ്ങനെ റിപ്ലിക്കേഷനൊക്കെ നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കമ്പ്യൂട്ടറിൽ DFS റിപ്ലിക്കേഷൻ സർവീസിനെ ലോഡ് ചെയ്യണം. ഈ കമ്പ്യൂട്ടറിൽ നിന്ന് നമ്മൾ ഫോൾഡറിന് ലിങ്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ കമ്പ്യൂട്ടറിൽ DFS റോൾ ഒന്നും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. അതായത് ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് ഫോൾഡറിനെ ലിങ്ക് ചെയ്യാൻ ആ കമ്പ്യൂട്ടറിൽ DFS റോൾ റൺ ആവേണ്ട ആവശ്യമില്ല. ഒരു എക്സാമ്പിളിൽ നിങ്ങളുടെ കമ്പനിയിൽ 20 കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ 20 കമ്പ്യൂട്ടറിൽ നിന്നും ഷെയർഡ് ഫോൾഡേഴ്സിനെ നിങ്ങൾ DFSലേക്ക് ലിങ്ക് ചെയ്യും. അപ്പോൾ ആ 20 കമ്പ്യൂട്ടറിലും DFS റോൾ ഒന്നും തന്നെ നിങ്ങൾ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് XP കമ്പ്യൂട്ടറിൽ ഒരു ഷെയർഡ് ഫോൾഡർ ഉണ്ടെങ്കിൽ അതിനെ പോലും നിങ്ങൾക്ക് ലിങ്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ഫോൾഡറിനെ ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഫോൾഡറുള്ള കമ്പ്യൂട്ടറിൽ DFS റോൾ ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ റിപ്ലിക്കേഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ DFS റിപ്ലിക്കേഷൻ റോളിനെ ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ പ്രാക്ടിക്കലിൽ ചെന്നിട്ട് ഈ കമ്പ്യൂട്ടറിൽ റിപ്ലിക്കേഷൻ റൺ ആവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. റൺ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ റിപ്ലിക്കേഷൻ ആഡ് ചെയ്യുക. സെർവർ 1-ൽ ചെന്നിട്ട് DFS റിപ്ലിക്കേഷനെ ആഡ് ചെയ്യണം. DFS മാനേജ്മെൻറ്റിനെ ഈ കമ്പ്യൂട്ടറിൽ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ സെർവർ 2-ൽ നിന്നാണ് DFSനെ മാനേജ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ സെർവർ 2-ൽ ചെന്നിട്ട് നമ്മൾ പ്രാക്ടിക്കൽ ചെയ്യാം. നമ്മൾ സെർവർ 2-ൽ ലോഗിൻ ആയിട്ടുണ്ട്. ഇതിൽ സ്റ്റാർട്ട്, കൺട്രോൾ പാനൽ, ആഡ് റിമൂവ് പ്രോഗ്രാംസ്, ആഡ് റിമൂവ് വിൻഡോസ് കോമ്പണൻറ്റ്, ഇതിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ഫയൽ സിസ്റ്റം ഡീറ്റെയിലിനെ ക്ലിക്ക് ചെയ്യുക. DFS റോള് റൺ ആവുന്നില്ലെങ്കിൽ അതിനെ ടിക്ക് ചെയ്യുക. ആദ്യമേ റൺ ആവുന്നുണ്ടെങ്കിൽ ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഇതിനെ ടിക്ക് ചെയ്തിട്ട് ഓക്കെ ക്ലിക്ക് ചെയ്യണം. നെക്സ്റ്റ്, ഫിനിഷ്. നമുക്കിനി സെർവർ 1-ൽ ചെന്നിട്ട് DFS റോളിനെ ആഡ് ചെയ്യണം. അതിനുവേണ്ടി സെർവർ 1-ലേക്ക് ചെല്ലണം. ഇപ്പം നമ്മൾ സെർവർ 1 ഡൊമൈൻ കൺട്രോളറിൽ ലാഗിൻ ആയിട്ടുണ്ട്. ഇതിൽ കൺട്രോൾ പാനൽ, ആഡ് റിമൂവ് പ്രോഗ്രാം, ആഡ് റിമൂവ് വിൻഡോസ് കോമ്പണൻറ്റ്, ഇതിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ഫയൽ സിസ്റ്റം ഡീറ്റെയിൽസ്. നമുക്ക് DFS മാനേജ്മെൻറ്റ് സെർവർ 1-ൽ ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. സെർവർ 2-ൽ DS മാനേജ്മെൻറ്റ് റൺ ആവുന്നുണ്ട്. സെർവർ 2-ലാണ് നമ്മൾ DFSനെ മാനേജ് ചെയ്യുന്നത്. നമ്മൾ റിപ്ലിക്കേഷനെ മാത്രം സെലക്ട് ചെയ്താൽ മതി. റിപ്ലിക്കേഷൻ സെലക്ട് ചെയ്യുമ്പോൾ കോൺഫിഗറേഷൻ ടൂള് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സെലക്ട് ആവും. ഓക്കെ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ്, റിപ്ലിക്കേഷൻ മാത്രം ലോഡ് ആവുന്നുണ്ട്. ഫിനിഷ്. ഇപ്പം നമ്മൾ സെർവർ 2-ലേക്ക് ചെല്ലുക. സെർവർ 2-ൽ DFS മാനേജ്മെൻറ്റ് bitnets.com/publicനെ ക്ലിക്ക് ചെയ്താൽ ഒരു കമ്പ്യൂട്ടറിൽ മാത്രമേ റൺ ആവുന്നുള്ളൂ. അതായത് സെർവർ 2-ലാണ് നെയിം സ്പേസ് സെർവർ റൺ ആവുന്നത്. നമ്മൾ സെർവർ 1-ലും ഈ പബ്ലിക് ഫോൾഡറിനെ ഹോസ്റ്റ് ചെയ്യണം. അതിന് പബ്ലിക് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ആഡ് നെയിം സ്പേസ് സെർവർ, ഇതിൽ ബ്രൗസ് ചെയ്യുക, അഡ്വാൻസ്ഡ്, ഫൈൻഡ് നൗ, സെർവർ 1-നെ സെലക്ട് ചെയ്തിട്ട് ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ. ഇപ്പോൾ സെർവർ 1-ൽ bitnets/public എന്നുള്ള ഫോൾഡർ ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഇപ്പം നമ്മൾ bitnets.com/publicനെ ക്ലിക്ക് ചെയ്തിട്ട് നെയിം സ്പേസ് ടാബിൽ നോക്കുകയാണെങ്കിൽ 2 സെർവറിൽ പബ്ലിക് റൺ ആവുന്നുണ്ട്. അപ്പോൾ സെർവർ 2 ഫെയിലിയർ ആയാലും യൂസർക്ക് സെർവർ 1-ന്ന് എടുക്കാൻ പറ്റും. സെർവർ 1 ഡൊമൈൻ കൺട്രോളറാണ്. അതുകൊണ്ട് നോർമലായിട്ട് ഡൊമൈൻ കൺട്രോളർ ഫെയിലിയർ ആവാതെ നോക്കണം.
ഒരുപക്ഷെ സെർവർ 1 DFS സോഫ്റ്റ്വെയർ മാത്രം ഫെയിലിയർ ആയാലും യൂസർക്ക് സെർവർ 2 DFSനെ ആക്സസ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ പ്രാക്ടിക്കലിൽ DFS റിപ്ലിക്കേഷൻ ഇതിൽ ആഡ് ചെയ്തു. അതേപോലെ DFS റിപ്ലിക്കേഷൻ ഇതിൽ ആഡ് ചെയ്തു. ഈ നെയിം സ്പേസ് റൂട്ടിന് സെർവർ 1 റൺ ആവുന്ന പോലെ കോൺഫിഗർ ചെയ്തു. അതുകൊണ്ട് അപ്പോൾ ഈ കമ്പ്യൂട്ടറും DFS നെയിം സ്പേസ് സെർവറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഈ കമ്പ്യൂട്ടറും DFS നെയിം സ്പേസ് സെർവറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ നെക്സ്റ്റ് പ്രാക്ടിക്കലിൽ, അതായത് DFS പാർട്ട് 3 റിപ്ലിക്കേഷൻ്റെ കോൺസെപ്റ്റ് എന്താണ് എന്ന് നോക്കാം. ഈ ഫോൾഡറൊക്കെ എങ്ങനെയാണ് റിപ്ലിക്കേറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. താങ്ക് യു.